ആദ്യം നമുക്ക് ഒലീവ്സ് ചെയ്യാം. അപ്പോൾ ഒലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണ്ടന്റിൽ ഇതുപോലെ ഷീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡും പ്രോപ്പറായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ചില്ലി ഫ്ലെക്സ്. അപ്പൊ ചില്ലി ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇട്ടിട്ട് അതിന് മേലേക്ക് നമുക്ക് പെയിന്റ് അടിക്കാം. പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കളർ യൂസ് ചെയ്യുന്നുണ്ട്. സീഡ്സിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് യെല്ലോ കളറും അതുപോലെ തന്നെ പുറത്തെ ഫ്ലേക്സിന് വേണ്ടിയിട്ട് റെഡ് കളറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ചില്ലി ഫ്ലേക്സിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചിക്കൻ സോസേജ് ആണ്. അപ്പൊ ചിക്കൻ സോസേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഷീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഷീറ്റ് നമുക്ക് ഓരോരോ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ മേലേക്ക് പെയിന്റ് അടിക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പിങ്ക് കളറാണ് അടിക്കുക. കാരണം നമ്മൾ നോക്കുമ്പോൾ അറിയാലോ, ഇതുപോലെ സോസേജ് ചെറിയൊരു പിങ്കിഷ് കളർ ആയിരിക്കും. അപ്പൊ നമുക്ക് ടോപ്പിൽ ആദ്യം പിങ്ക് കളർ അടിക്കാം. അങ്ങനെ നമ്മൾ ടോപ്പിൽ പിങ്ക് അടിച്ചതിന് ശേഷം നമ്മൾ സൈഡിൽ ഇതുപോലെ ബ്രൗൺ അടിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സോസേജ് ഫ്രൈ ചെയ്ത് വെക്കുന്ന സമയത്ത് സൈഡിലൊക്കെ ഒരു ബ്രൗണിഷ് ആയിരിക്കും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതടിക്കുന്നത്. അങ്ങനെ നമ്മുടെ സോസേജിന്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ഉണ്ടാക്കും. അപ്പൊ ക്യാപ്സിക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഗ്രീൻ കളറിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം നമ്മൾ രണ്ട് കളർ ചെയ്യുന്നുണ്ട്, റെഡും ഗ്രീനും. അപ്പം രണ്ടും കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം കാണാം. അപ്പൊ നമുക്ക് പെയിന്റ് അടിക്കാം. അപ്പൊ പെയിന്റ് ചെയ്യാനായിട്ട് ഔട്ടർ സൈഡിൽ നമ്മൾ അത്യാവശ്യം നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഔട്ടർ സൈഡ് നല്ല ഡാർക്കും അതുപോലെ ഇന്നർ സൈഡ് കുറച്ച് ലൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഒറിജിനൽ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഔട്ടർ സൈഡ് നമ്മൾ കുറച്ച് ഡാർക്ക് ആയിട്ട് അടിച്ചിട്ട് ഇന്നർ നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് അടിക്കാം. അപ്പൊ നമ്മളുടെ ക്യാപ്സിക്കം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിസയിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡി. ഇനി നമുക്ക് നമ്മളുടെ കേക്കിലേക്കുള്ള പരിപാടി തുടങ്ങാം. അതിനുവേണ്ടിയിട്ട് നമ്മൾ കേക്ക് ഇതുവരെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല രീതിയിൽ റെഡി ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം മേലേക്ക് ഇതുപോലെ ഫോണ്ടന്റ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ടോപ്പ് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ശരിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പെയിന്റ് ചെയ്യാം. പിസ്സ പീസ് എപ്പോഴും ഒരു ബ്രൗണിഷ് നിറത്തിലായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഈ ചുറ്റും ബ്രൗൺ കളർ തന്നെ ആദ്യം അടിച്ചു കൊടുക്കാം. അത് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ടോപ്പ് സൈഡിൽ മാത്രം നമുക്ക് വരുന്ന രീതിക്ക് പ്രോപ്പറായിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ പിസ്സ ബേസ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളുടെ പിസ്സ ബേസ്? കൊള്ളാമോ? ഇനി നമുക്ക് വേണ്ടുന്നത് മെൽറ്റഡ് ചീസ് ആണല്ലേ. അതിന് നമ്മുടെ കയ്യിൽ വഴിയുണ്ട്. നമുക്ക് വൈറ്റ് കോമ്പൗണ്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പിസ്സ ബേസും കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ വെജിറ്റബിൾസും എല്ലാമായിട്ട് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് കാണാൻ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്കിനി അവസാന ഘട്ടത്തെ പെയിന്റിംഗ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മളുടെ പിസ്സയ്ക്ക് ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ് അതുപോലെ തന്നെ ഓറഞ്ച് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അവസാനമായിട്ട് നമ്മൾ പിസ്സ എടുക്കുന്ന സമയത്ത് അവിടെ എവിടെയൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിരിക്കും. അപ്പം അതും കൂടെ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബ്ലാക്ക് കളറും കൂടെ അവിടെയും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ കളറിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓയിൽ വാഷ് ചെയ്യാം. കാരണം ഇതിലൊരു ഗ്ലേസിങ് വേണ്ടേ.
അപ്പൊ നമുക്ക് കുറേ മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത നമ്മുടെ ഈ കേക്ക് കട്ട് ചെയ്താലോ? അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.